Hello, welcome to Anup Tube. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് എങ്ങനെയാണ് നമുക്കൊരു ഫിഷിംഗ് അറ്റാക്ക് അല്ലെങ്കിൽ ഫിഷിംഗ് ആയിട്ടുള്ള മെയിലും നമുക്ക് കുറേ മെസ്സേജസോ അല്ലെങ്കിൽ വാട്സപ്പിൽ കുറേ ലിങ്ക്സോ ഒക്കെ നമുക്ക് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് ആക്ച്വലി വർക്ക് ചെയ്യുന്നത്, അതെങ്ങനെയാണ് അതിൻ്റെ ബാക്ക് എൻഡിൽ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ഡാറ്റ ഓൾറെഡി അറ്റാക്കേഴ്സിന് കിട്ടുന്ന രീതിയിലാണ് നമ്മളിന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തോ ഒരു മെയിൽ വരികയാണ് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കൊരു മെയിൽ വരികയാണ്. അപ്പോൾ ജിമെയിലിൽ നമുക്ക് കുറേ ടൈപ്പ് ഓഫ് മെയിൽസ് വരാം അല്ലേ. അപ്പോൾ നമ്മുടെ ആക്ച്വൽ മെയിൽസ് വരാം, അത് കൂടാതെ നമുക്കൊരു ഫിഷിംഗ് ആയിട്ടൊരു മെയിൽ വന്നു വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ആ ഫിഷിംഗ് മെയിലിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മെയിൽ വന്നിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ആമസോണിൻ്റെ വെബ്സൈറ്റാണ്. ഒരു ആമസോണിൻ്റെ വെബ്സൈറ്റിൽ നമുക്ക് ഒരു ഗിഫ്റ്റ് കാർഡ് കിട്ടിയിട്ടുണ്ട്. ആ ഗിഫ്റ്റ് കാർഡ് എന്താ പറയുക, പർച്ചേസ് ചെയ്യാൻ ഗിഫ്റ്റ് കാർഡ് എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ലോഗിൻ ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പ്ലീസ് ക്ലിക്ക് ഹിയർ ലോഗിൻ ടു അവൈൽ ദാറ്റ് ഗിഫ്റ്റ് വൗച്ചർ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു മെയിൽ വന്നു വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒന്നും ആലോചിക്കാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഗിഫ്റ്റ് വൗച്ചറിൽ നമ്മൾ ക്ലിക്ക് ചെയ്യും. ഇപ്പോൾ ഗിഫ്റ്റ് വൗച്ചർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവർ അയച്ചു തന്നിരിക്കുന്ന ഒരു വെബ്സൈറ്റിലോട്ട് പോകും. പക്ഷേ അത് എക്സാക്ട്ലി ലുക്ക് നമ്മൾ എങ്ങനെ ഉണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആമസോണിനെ പോലെ തന്നെ എക്സാക്ട് ലുക്കായിരിക്കും നമുക്ക് തരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ എക്സാക്ട്ലി ആമസോണിൻ്റെ വെബ്സൈറ്റിൻ്റെ ലുക്കും അതിൻ്റെ അതേ ഐക്കൺസും അതിൻ്റെ അതേ കളർ കോമ്പിനേഷനും എല്ലാം സെയിം ആയിരിക്കും. കണ്ടു കഴിഞ്ഞാൽ പക്ക ആമസോൺ ആയിരിക്കും, പക്ഷേ വെബ്സൈറ്റ് അഡ്രസ്സ് ഡിഫറൻ്റ് ആയിരിക്കും. പക്ഷേ അത് നമ്മൾ ശ്രദ്ധിക്കില്ല. നമ്മൾ എന്ത് ചെയ്യും, ആമസോണിൻ്റെ ലുക്ക് എങ്ങനെ ഉണ്ടെന്ന് മാത്രം നോക്കും. അപ്പോൾ എക്സാക്ട്ലി നമ്മൾ ലോഗിൻ്റെ വെബ്സൈറ്റ് പോലെ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ ലോഗിൻ്റെ വെബ്സൈറ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ നമ്മുടെ ലോഗിൻ യൂസർ നെയിമും പാസ്വേഡ് അടിക്കും, ലോഗിൻ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു എറർ മെസ്സേജിലോട്ട് എന്തെങ്കിലും പോകും. ഇപ്പോൾ ലോഗിൻ ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല, എന്തെങ്കിലും എൻ്റെ സൈഡ് എററാണ്, അവൈൽ ചെയ്യാൻ പറ്റില്ല എന്ന രീതിയിലേക്ക് എററായിട്ട് പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ശ്രദ്ധിക്കാതെ നമ്മൾ എന്ത് ചെയ്യും, വിടും. പക്ഷേ ബാക്ക് എൻഡിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഡാറ്റ എന്ത് ചെയ്യും, അവർ ഒരു ഡാറ്റാബേസിലോ ഫയലിലോ എന്തിലേലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ നമുക്ക് പിന്നെ അവർ ആവശ്യമുള്ള കാര്യങ്ങൾക്കെല്ലാം നമുക്ക് എന്ത് ചെയ്യും, അവർ വേണ്ടി യൂസ് ചെയ്യും. ചിലപ്പോൾ അത് ലോഗിൻ ചെയ്തിട്ടോ നമുക്ക് എന്തെങ്കിലും ഡാറ്റ എടുക്കാൻ എന്ത് വെച്ചാലും യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ഒരു ഡിഫറൻറ്റ് സിനാരിയോ ആണ്, നമുക്ക് എങ്ങനെ വേണമെച്ചാൽ അവർ അറ്റാക്ക് ചെയ്യാം. ഓക്കെ, പക്ഷേ ഒരു വേ ഓഫ് അറ്റാക്കിങ് ഇങ്ങനെയാണ്, നമുക്ക് മെയിൽ അയച്ചിട്ട് നമുക്ക് എക്സാക്ട്ലി ഒരു ഓൾറെഡി ഉള്ള ഒരു പ്രൊഡക്റ്റിനെ മിമിക് ചെയ്തിട്ടുള്ള ഒരു വെബ്സൈറ്റോ അല്ലെങ്കിൽ പ്രൊഡക്റ്റോ അവരുണ്ടാക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ആക്ച്വൽ ക്രെഡൻഷ്യൽസ് അവർ നമ്മളറിയാതെ മേടിക്കും. അതാണ് ബേസിക്കലി ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ബേസിക്കലി സംഭവിക്കാമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനൊരു മിമിക് ചെയ്യാൻ വേണ്ടിയിട്ടൊരു വെബ്സൈറ്റ് ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, അത് കണ്ടു കഴിഞ്ഞാൽ സിമ്പിൾ ലോഗിനാണ്. ഓക്കെ, പക്ഷേ നമ്മൾ ലോഗിൻ്റെ പാസ്വേഡ് യൂസർ നെയിമും കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായി ബാക്ക് എൻഡിൽ നമുക്ക് എങ്ങനെ കിട്ടും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഒരു എക്സാമ്പാണ്. ഓക്കെ, എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലിനക്സിൽ നമുക്ക് ഒരു ലോക്കൽ ഹോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതൊരു സെർവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു സംഭവമാണ് അപ്പാച്ചയും MariaDB PHP ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്നൊരു ലോക്കൽ സെർവറാണ് അപ്പാച്ചി എന്ന് പറഞ്ഞ സംഭവം. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് വെച്ചാൽ ബേസിക്കലി നമ്മൾ സെർവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സെർവർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ഇങ്ങനെ ഒരു സംഭവം കാണാൻ പറ്റും. MySQL ഡാറ്റാബേസും അപ്പാച്ചി സെർവർ എല്ലാം എനേബിൾ ചെയ്തെന്ന് പറഞ്ഞൊരു സംഭവം കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് ഓൾറെഡി ഇതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു മോക്കപ്പ് വെബ്സൈറ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലോഗിൻ്റെ സംഭവങ്ങളും ഡീറ്റെയിൽസ് എല്ലാ സംഭവങ്ങളും ഓൾറെഡി ഇവിടെ അവൈലബിൾ ആട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ആർക്കും മനസ്സിലാവും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ. ഓക്കെ, അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഒരു PHP ഫയലിലോട്ട് ഇതിനെ കൊടുത്തതിന് ശേഷം നമ്മൾ എന്താണോ ഡാറ്റ കൊടുത്തത് അതിനെ ഒരു ഫയലിലോട്ട് റൈറ്റ് ചെയ്യാനാണ് ഇവർ ചെയ്യുന്നത്, റൈറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ റൈറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബേസിക്കലി റൈറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എപ്പോൾ വെച്ചാൽ അത് റീയൂസ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ ഒന്ന് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ വെബ്സൈറ്റ് എങ്ങനെ ഉണ്ടാവുക നമുക്ക് നോക്കാം. അപ്പോൾ ലോക്കൽ ഹോസ്റ്റ് മൈ ഫിഷിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു വെബ്സൈറ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബേസിക്കലി ലോഗിൻ്റെ സൈറ്റ് ഇങ്ങനെയാണ് അവർ തരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ അത് എക്സാക്ട്ലി ലുക്ക് ഇപ്പോൾ കാണാൻ വലിയ ഭംഗിയൊന്നും ഇല്ലെങ്കിലും അവർ തരുന്നത് എക്സാക്ട്ലി ഒരു ആമസോണിൻ്റെയോ അല്ലെങ്കിൽ ഏതിൻ്റെയും ഒരു വെബ്സൈറ്റിൻ്റെ ഒരു മിമിക് ചെയ്തിട്ടുള്ള സംഭവമായിരിക്കും നമുക്ക് തരുന്നുണ്ടാവുക. ഓക്കെ, അങ്ങനെ തന്നു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഡാറ്റ കൊടുക്കും. അപ്പോൾ ഞാനിവിടെ കൊടുക്കുന്ന അനൂപ് പി നമ്മൾ ഡാറ്റ കൊടുത്തു. ഓക്കെ, അതിനുശേഷം ഞാൻ എൻ്റെ പാസ്വേഡ് 123456 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് ഞാൻ ലോഗിൻ ചെയ്തു. അപ്പോൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരു വേറൊരു എററിലോട്ട് പോയി. ദർ വാസ് എ പ്രോബ്ലം വിത്ത് യുവർ ലോഗിൻ അറ്റംപ്റ്റ്, പ്ലീസ് ട്രൈ അഗൈൻ ലേറ്റർ എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു എറർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നില്ല. ഓക്കെ, നമ്മുടെ എന്ത് എററാണ്, അപ്പോൾ നമുക്ക് വീണ്ടും നമ്മൾ ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ട് പോകും. ഓക്കെ, പക്ഷേ ബാക്ക് എൻഡിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഞാൻ ഇവിടെ നമ്മുടെ ടെർമിനൽ എടുത്തു. അതിനുശേഷം htdocs മൈ ഫിഷിംഗ് അതിൻ്റെ ശേഷം കാറ്റ് credential.txt എന്ന് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും യൂസർ നെയിം അനൂപ് പി, പാസ്വേഡ് 123456. നമ്മൾ എന്താണോ എൻ്റർ ചെയ്തിരിക്കുന്ന ആ സംഭവം നമുക്ക് ഇവിടെ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബേസിക്കലി ഇവിടെ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് അവർ
അവൈലബിൾ ആക്കി തരാം. ഇത് നമുക്ക് ലോക്കൽ സെർവർ അല്ലേ ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ലോക്കൽ സെർവറിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതിനെ ലോക്കൽ സെർവറിൽ നിന്ന് നമുക്ക് എന്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു വെബ്സൈറ്റ്, അതായത് ഇമെയിൽ കൂടെ നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവർ ക്ലോൺ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് NGROK എന്ന് പറയുന്ന സംഭവം. ഓക്കെ, ഇപ്പോൾ NGROK നമ്മൾ ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. NGROK എന്ന് പറഞ്ഞ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതായത് നമ്മൾ ലോക്കലി ഉണ്ടാക്കിയിരിക്കുന്ന വല്ല വെബ്സൈറ്റ് നമ്മൾ ക്ലയൻറ്റിനെ ആരെങ്കിലുമൊക്കെ കാണിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് NGROKൻ്റെ വെബ്സൈറ്റ്. അപ്പോൾ അതിനകത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സംഭവങ്ങളൊക്കെ കിട്ടും. ഓക്കെ, അത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ലോക്കൽ വെബ്സൈറ്റിന്, ഇപ്പോൾ നമ്മൾ ലോക്കൽ ഹോസ്റ്റ് വെച്ചിട്ടല്ല റൺ ചെയ്തിരിക്കുന്നത്, ഈ ലോക്കൽ വെബ്സൈറ്റിന് നമുക്ക് ഇൻ്റർനെറ്റിലി അവൈലബിൾ ആക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് NGROK. അപ്പോൾ NGROK സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സിമ്പിളി നമ്മൾ NGROK എന്ന് അടിച്ചതിന് ശേഷം നമ്മൾ NGROK ഇൻസ്റ്റാൾ ചെയ്യണം. HTTP 80 എന്ന് അടിച്ച് കഴിഞ്ഞാൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സ്റ്റാറ്റസ് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഇതിൻ്റെ ഒരു വെബ്സൈറ്റിൻ്റെ ഒരു അഡ്രസ്സ് നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഈ വെബ്സൈറ്റാണ് ഇപ്പോൾ അവർ തന്നിട്ടുള്ളത്, NGROKൻ്റെ വെബ്സൈറ്റ്. ഇത് നമ്മൾ കോപ്പി ചെയ്യുക, എന്നിട്ട് നമ്മൾ പുതിയൊരു ടെർമിനൽ ഇതെടുത്തതിന് ശേഷം നമ്മൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മൈ ഫിഷിംഗ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സെയിം സാധനം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മളോട് മൈ ഫിഷിംഗ് എന്നാണല്ലോ ഓൾറെഡി ഉള്ളത്. ഓക്കെ, ഇതിൻ്റെ സെയിം സാധനം തന്നെ നമുക്ക് ഇൻ്റർനെറ്റിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു ലിങ്ക് വഴി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതേപോലത്തെ ഒരു ലിങ്ക് ആയിരിക്കും നമ്മൾ അവർ തരുന്നുണ്ടാവുക. ഓക്കെ, അത് തന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ നമ്മൾ കൊടുക്കും. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന അനൂപ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തോ. അനൂപ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് 1 2 3 4 എന്ന് പറഞ്ഞിട്ടൊരു പാസ്വേഡും കൊടുത്തു. ഓക്കെ, എന്നിട്ട് ലോഗിൻ ചെയ്തു. നമുക്ക് കാണാൻ പറ്റും ലോഗിൻ ഇങ്ങനെ കറങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ കണ്ടോ ഈ സംഭവങ്ങളോടെ കാണുന്നുണ്ട്. നമ്മളവിടെ കൊടുക്കുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടുന്നുണ്ട്. നമ്മളതിൽ ക്ലിക്ക് ചെയ്യുന്നത് എല്ലാ സംഭവങ്ങളും കിട്ടുന്നുണ്ട്. അതിനുശേഷം കണ്ടോ ദർ വാസ് എ പ്രോബ്ലം വിത്ത് യുവർ ലോഗിൻ അറ്റംപ്റ്റ്, പ്ലീസ് ട്രൈ അഗൈൻ എന്ന് പറഞ്ഞിട്ട് വന്നു. പക്ഷേ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും cat_credential.txt നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും യൂസർ നെയിം അനൂപ് ടെസ്റ്റ്, പാസ്വേഡ് ടെസ്റ്റ് 1 2 3 4 എന്ന് പറഞ്ഞിട്ട് സാധനം വന്നിട്ടുണ്ട്. ഓൾറെഡി ഞാനിവിടെ കൊടുത്തിരിക്കുന്ന സാധനം ഇവിടെ കിട്ടി. ഓക്കെ, ഇങ്ങനെയാണ് ബേസിക്കലി ഉള്ള ഫിഷിംഗ് അറ്റാക്സ് ഒക്കെ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ബേസിക്കലി ഒരു കമ്പ്യൂട്ടർ സയൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും അറിയുന്ന ആൾക്കാർക്ക് നമുക്ക് ബേസിക്കലി ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ടാക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, എന്തെങ്കിലും ഒരു ലിങ്ക് വരികയാണെങ്കിൽ, നിങ്ങളൊരു ലിങ്ക് വരികയാണെങ്കിൽ നിങ്ങൾ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നതിൻ്റെ മുമ്പ് ശ്രദ്ധിക്കണം അത് എന്ത് ടൈപ്പ് ഓഫ് ലിങ്കാണ്, അതിൽ NGROK ഉണ്ടോ, അല്ലെങ്കിൽ ഈ സാധനങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഒരാൾക്ക് ഷെയർ ചെയ്യാനും നമ്മളത് ക്ലിക്ക് ചെയ്യാനും. ഓക്കെ, ക്ലിക്ക് ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ അതിലോട്ട് നമ്മൾ ഡാറ്റ കൊടുക്കുന്നതിൻ്റെ മുമ്പ് നമ്മൾ ഒന്നിൽ കൂടുതൽ തവണ ശ്രദ്ധിക്കണം. ഓക്കെ, പിന്നെ ലോഗിൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറയുന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് ചെയ്യാതിരിക്കുക. അത് ആക്ച്വലി ഉള്ള വെബ്സൈറ്റ് ആണോ നോക്കുക. അപ്പോൾ നമ്മുടെ ആമസോണിൻ്റെ ഒക്കെ എക്സാക്ട്ലി amazon.com എന്നായിരിക്കും അല്ലെങ്കിൽ .in എന്നായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അതൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, ഈ കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്, എങ്ങനെയാണ് ഫിഷിംഗ് അറ്റാക്ക് വർക്ക് ചെയ്യുന്ന രീതിയിൽ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്ത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയൊരു സംഭവം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ ടോപ്പിക്കായിട്ട് വരാം. ഓക്കെ, ബൈ.